പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ആഹാ, ചേച്ചി ഇന്ന് നേരത്തെ വന്നോ? അവരെല്ലാം എവിടെ പോയി അമൃത കുഞ്ഞെ? രാവിലെ ഇവിടുന്ന് അമ്പലത്തിലേക്കാന്ന് പറഞ്ഞു പോയതാ. അതെന്താ ഇന്ന് പതിവില്ലാത്തൊരു അമ്പലത്തിൽ പോക്ക്? വിശേഷം വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല മായേച്ചി. ചേച്ചി അടുക്കള ചെന്ന് അരിയാനുള്ളതൊക്കെ എടുത്തു വെക്ക. അതവിടെ വെച്ചേക്ക്. ശരി. നാലുപേരുടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണോ അതോ അവിടെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കാൻ പോയതാണോ? ഞങ്ങളതിന് അത്ര താമസിച്ചൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ചേച്ചി ഇത്രയും ദേഷ്യപ്പെടുന്നേ? ഓരോ കാര്യത്തിനും ഓരോ നേരവും കാലവും ഒക്കെ ഉണ്ട്. എനിക്കും അമ്പലത്തിൽ പോണം, ഭഗവാനെ തൊഴണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റുന്നില്ല. അതെങ്ങനെയാ? 100 കൂട്ടം ജോലി കഴിഞ്ഞിട്ട് നിന്ന് തിരിയാൻ എനിക്കൊരു സമയം കിട്ടുന്നില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ഞാനൊരാൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ കാണുന്നില്ലല്ലോ ആരും. ഞങ്ങളും കഷ്ടപ്പെടുന്നില്ലേ? ഇന്നൊന്ന് അമ്പലത്തിൽ പോയി വന്നതിനാണോ ചേച്ചി ഇത്രയ്ക്കൊക്കെ പറയുന്നേ? അല്ല, അത് മാത്രമല്ല കാര്യം. നിന്നോട് ഇന്നലെ പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്തുവിടാൻ 15,000 രൂപ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് നീ എന്താ ചെയ്തേ? ഞാനിവിടെ ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് അതുപോലെ എടുത്ത് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തു. എണ്ണി നോക്കിയിട്ട് 500 രൂപ കുറവുണ്ടെന്ന് ആ ലാലപ്പ മുതലാളി ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. ലാലപ്പ മുതലാളിക്ക് തെറ്റിയതാവും. അങ്ങേർക്ക് തെറ്റില്ല. നിന്റെ സൂക്ഷ്മത കുറവാ കാര്യം. വന്ന് വന്ന് തീരെ ഉത്തരവാദിത്വമില്ല നിനക്കൊക്കെ. ചേച്ചിക്കിപ്പോ ഞങ്ങളെക്കാളും വിശ്വാസം മറ്റുള്ളവരെ ആണല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇപ്പൊ പാചകക്കാരൻ വരും. അടുക്കളക്കാരെ എന്തെങ്കിലും നോക്കി കണ്ട് ചെയ്യാൻ നോക്ക്. ആട്ടെ, അനഘ എവിടെ? അനഘേച്ചി ഏതോ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. പണ്ടൊക്കെ എവിടെയെങ്കിലും പോണെങ്കിലും വരണമെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അവനവന്റെ തോന്നിവാസാണല്ലോ. ദേ, തോന്നിയാസം കാണിച്ചാ പച്ചയെറുക്കിൽ വെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ. എടുത്ത് തരും ഞാൻ നല്ല തല്ല്. എന്നെ പറഞ്ഞാ മതിയല്ലോ. എല്ലാത്തിനും കിടന്ന് കഷ്ടപ്പെടാനും മെനക്കെടാനും ഞാനിങ്ങനെ നിൽപ്പുണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അലസതയും ക്ഷീണമൊക്കെ വരും. എന്റെ ഒരു വിധി.